PM-ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടത് മുതൽ CPI-യും CPM-ഉം തമ്മിൽ പ്രത്യക്ഷത്തിൽ തന്നെ അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു. അത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപായിരുന്നു. അതിനുശേഷം തെരഞ്ഞെടുപ്പ് തോൽവി CPM അംഗീകരിക്കുന്നില്ലെങ്കിലും CPI അംഗീകരിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി എന്ത്? ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഒരു പൊട്ടിത്തെറി അല്ലെങ്കിൽ അവർക്കിടയിൽ വീണ്ടും ഒരു കലഹമുണ്ടാകാനുള്ള സാധ്യത കാണുന്നില്ലേ? അല്ല, തീർച്ചയായും. അതായത് കഴിഞ്ഞ 2 ദിവസങ്ങളായി പല രീതിയിലുള്ള ചർച്ചകൾ, പല നേതൃയോഗങ്ങളെല്ലാം തന്നെ CPIയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്നലെ എം പി ഗോവിന്ദൻ മാസ്റ്റർ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് തോൽവി അംഗീകരിക്കുന്നു എന്നാണെങ്കിലും പല കാര്യങ്ങളിലും, അതായത് വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒഴിഞ്ഞുമാറ്റമുണ്ടായി. ജമാഅത്ത് ഇസ്ലാമിയായി തന്ന പ്രചരണവേല നടത്തിയെന്ന് പറയുന്നു. മലപ്പുറം ജില്ലയിൽ എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായി പഠിക്കുന്നത്. കൊല്ലം കോർപ്പറേഷൻ പോയത്, അതായത് CPM-ന്റെ പല കേന്ദ്രങ്ങളിലും വലിയ തരത്തിലുള്ള ഉലച്ചിൽ നടത്തിയിരിക്കുന്ന ഒരു സംഭവമാണ് കൊല്ലം കോർപ്പറേഷൻ. അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഈറ്റില്ലമായ കൊല്ലം പോലൊരു ജില്ലയിൽ കോർപ്പറേഷൻ നഷ്ടപ്പെടുക എന്ന് പറയുന്നത് CPM-ന് ചിന്തിക്കാൻ കഴിയാത്തൊരു, അതായത് ഷോക്ക് ട്രീറ്റ്മെന്റ് തന്നെയാണ്. പക്ഷേ CPI കൃത്യമായി ഇതിനെ വിലയിരുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി. അവരുടെ നേതൃയോഗങ്ങളിലെല്ലാം തന്നെ പറയുന്നത് മുഖ്യമന്ത്രി, അതായത് മുന്നണിയെ അല്ലെങ്കിൽ ഇത്തരത്തിൽ സംവിധാനങ്ങളെ ഒന്നും മുഖവിലേക്ക് എടുക്കുന്നില്ല, ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ എടുത്തു പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്നാണ് ബിനോയ് വിശ്വവും അതേപോലെ LDF-ന്റെ നേതൃയോഗവും CPIയുടെ നേതൃയോഗവും പറയുന്നത്. PM-ശ്രീയുമായി ബന്ധപ്പെട്ടുള്ള ഇങ്ങോട്ടുള്ള വിഷയങ്ങൾ എടുത്തു നോക്കൂ. നമ്മൾ കഴിഞ്ഞ ചർച്ചകളിലെല്ലാം തന്നെ പറഞ്ഞിരുന്നു. അതായത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെയുള്ള താൽക്കാലികമായിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ് മാത്രമാണ് ഈ CPM സമവായം എന്നുള്ളത്. സമവായത്തിന് ശേഷം അടുത്ത വരുന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ ഇത് പ്രതിഫലിക്കും. ഒരു പക്ഷേ CPI ആ ഘട്ടത്തിൽ മാറി നിൽക്കുകയോ അല്ലെങ്കിൽ UDF-ന്റെ ഭാഗമാവുകയോ ചെയ്തിരുന്നെങ്കിൽ ഇതിനേക്കാളും കനത്ത തിരിച്ചടി ഈ ഘട്ടത്തിൽ LDF-ന് നേരിടേണ്ടി വരും. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത്രയും താഴോട്ടിടിയുന്ന സാഹചര്യത്തിൽ മുന്നണി വിട്ടുപോകുന്ന ഒരു സാഹചര്യം CPI-യും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഏത് ഘട്ടത്തിലേക്ക് ഇത് കൊണ്ടെത്തിക്കുമെന്നുള്ള ചിന്ത ഇവിടുത്തെ സാധാരണക്കാർക്കുണ്ട്. നോക്കൂ, വെള്ളാപ്പള്ളി നടേശന്റെ വിഷയത്തിൽ CPM ഒഴിഞ്ഞു മാറുമ്പോൾ വെള്ളാപ്പള്ളി നടേശൻ കാര്യമായ രീതിയിൽ ഇതിന് ബാധിച്ചിട്ടുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ കാറിൽ കയറ്റി കൊണ്ടുപോയത്, ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുപ്പിച്ചത്, ആഗോള അയ്യപ്പ സംഗമത്തിൽ വെച്ച് ഇത്തരത്തിൽ എന്താണ് അയ്യപ്പ ഭക്തനാണെന്ന് പറഞ്ഞത്. അപ്പോൾ ഇത്തരത്തിൽ എല്ലാം മാസ്ക് ചെയ്ത് ഇന്നലെ മേഘ ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാണിച്ചത് ഒരു പ്രത്യേക തരത്തിലുള്ള മൃദു ഹിന്ദു ലൈൻ പിടിച്ചുകൊണ്ട് കമ്മ്യൂണിറ്റി വോട്ടുകൾ ലക്ഷ്യമിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ അവർക്ക് ഏറ്റവും വലിയൊരു തിരിച്ചടിയാണെന്നുള്ളതാണ് ഇപ്പോൾ കഴിയാൻ. ഇന്നലെ ജനയുഗം കൃത്യമായി ഇതിനൊരു മുഖപ്രസംഗം എഴുതിയിരുന്നു. ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. അതായത് 1 നൂറ്റാണ്ടിലേറെ നീണ്ട സാമൂഹ്യ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യം അവകാശപ്പെടുമ്പോഴും മതജാതിവാദങ്ങളടക്കം പ്രതിലോമ ചിന്തകൾക്കും അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും അടിത്തട്ടിൽ ഇപ്പോഴും ആഴത്തിൽ വേരോട്ടമുള്ള ഒരു സമൂഹം തന്നെയാണ് നമ്മുടേതെന്നും വിസ്മരിച്ചുകൂടാ. മതമൗലികവാദമടക്കം മതബോധത്തോടും ജാതീയതയോടും മതനിരപേക്ഷ ജനാധിപത്യ രാഷ്ട്രീയം പാലിക്കേണ്ട അകലം പാലിക്കുന്നില്ലെന്നും, ഈ പാലിക്കുന്നില്ലെന്ന് പറയുന്ന ആരെയാണ്? CPM-നെയാണ്. അത് ഇടതുപക്ഷ നയങ്ങൾ. ഞാൻ രാഹുൽ രവീന്ദ്രൻ ചോദിച്ച കൃത്യമായ കാര്യം ഇതാണ്. നിങ്ങളുടെ പാർട്ടിയുടെ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ CPM എന്നാണ് പറയുന്നത്. അതെന്തിനാ മതമൗലികവാദത്തോടും അല്ലെങ്കിൽ ഭിന്നിപ്പ് ഭരണത്തോടും അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി വോട്ടുകളും ലക്ഷ്യമിട്ടുകൊണ്ട്, അതായത് ന്യൂനപക്ഷങ്ങളെ തഴഞ്ഞുകൊണ്ട് ഒരു പ്രീണനം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോയി ജയിക്കാമെന്നുള്ള ലക്ഷ്യം പാളിപ്പോയി. ആ ലൈൻ ശരിയായില്ല. അതിന്റെ ഭാഗമാണല്ലോ ഈ കാട്ടിക്കൂട്ടലുകളെല്ലാം തന്നെ നടത്തിയത്. പ്രതിപക്ഷ മാധ്യമ പ്രചാരണങ്ങളും ഇടതുപക്ഷ രാഷ്ട്രീയത്തിനെതിരെ വിവിധ ജനവിഭാഗങ്ങൾ ആശങ്ക വളർത്തുക സ്വാഭാവികമാണ്. കൃത്യമായും CPM പോലെ ഇടതുപക്ഷ സംഘടനയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന സമൂഹം പ്രതീക്ഷിക്കും. ഇപ്പൊ മേഘ ഇടതുപക്ഷം എന്ന് പറയുമ്പോൾ മനസ്സിൽ എന്തൊക്കെയാണ് ചിന്തിക്കുന്നത്? ഇടതുപക്ഷം എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് ഈ മതനിരപേക്ഷതയാണ്. അതെ, അതുണ്ട്. പിന്നെ ഈ പറഞ്ഞ സെക്യുലറിസം, പിന്നെ കമ്മ്യൂണിസം വരുന്നുണ്ട് അതിനകത്ത്. ഇത്തരത്തിലുള്ള ഇവർ പണ്ട് മുതലേ ഉള്ള പ്രവർത്തനങ്ങളെല്ലാം ഓർമ്മ വരും. അത്രയൊക്കെ തന്നെയാണ്. പക്ഷേ CPM-ന്റെ കാര്യം എടുത്തു നോക്കുമ്പോൾ അവർ പറയുന്നത് ഒരു വലത് വ്യതിയാനം ഇതുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നു. ഏതൊക്കെയോ ഘട്ടങ്ങളിൽ ഇത് സാഹചര്യത്തിനനുസരിച്ച് ചാഞ്ചാടുന്ന നയങ്ങളിലേക്ക് CPM പോകുന്നു. അതായത് കേരളത്തിലെ ഹിന്ദു ബെൽറ്റ് വോട്ടുകളെ ചേർത്ത് നിർത്താനായിരുന്നു ശ്രമം നടത്തിയതെങ്കിൽ അവരാരും തന്നെ ഇപ്പോൾ നോക്കൂ എന്താണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. ആഗോള അയ്യപ്പ സംഗമം നടത്തിക്കൊണ്ട് ഹിന്ദു വോട്ടുകളിൽ ഏകീകരണം നടത്താമെന്നുള്ള ശ്രമം നടത്തി. അത് പാളി. ജോസ് കെ മാണിയെ നിർത്തിക്കൊണ്ട് മധ്യ കേരളത്തിലും അല്ലെങ്കിൽ പലയിടങ്ങളിലും 1000 സീറ്റുകൾ കൊടുത്തുകൊണ്ട് ക്രിസ്ത്യൻ ബെൽറ്റുകളിൽ ഏകീകരണം നടത്താനുള്ള ശ്രമം നടത്തി. അത് പാളി. മൂന്നാമതായിട്ട്
SNDP അകലുന്നു എന്ന് കണ്ടുകൊണ്ട് ഈഴവ വോട്ട് ബെൽറ്റാണ് CPM-നെ എക്കാലത്തും തുണച്ചിരുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ഏകീകരിക്കുന്നതിന് വേണ്ടി SNDP-യുടെ നാവായിട്ടുള്ള വെള്ളാപ്പള്ളി നടേശനെ ചേർത്ത് നിർത്താൻ ശ്രമം നടത്തി. അത് തിരിഞ്ഞുകൊത്തി. ഇതെല്ലാം തന്നെ ഒരു ഇടതുപക്ഷ സമവാക്യത്തിന് ചേർന്നതല്ല എന്നുള്ളതാണ് CPI-യുടെ വിലയിരുത്തൽ. ഇത് കൃത്യമായ നിരീക്ഷണമാണ്. പക്ഷെ ഇതിലേക്ക് ഇപ്പോഴും CPM എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ എന്നുള്ളത്. പക്ഷെ ശബരിമല വിഷയത്തിൽ CPM-ന് വീഴ്ച പറ്റിയെന്ന പരോക്ഷ വിമർശനം എന്തായാലും ഇന്നലത്തെ എഡിറ്റോറിയൽ, അതായത് ജനയുഗത്തിന്റെ എഡിറ്റോറിയൽ പറയുന്നുണ്ട്. അതേപോലെ ജനജീവിതത്തെ ബാധിക്കുന്ന പല ഘട്ടത്തിലും ഈ മാധ്യമ പ്രചാരണ വേലകൾ എന്ന് പറയുന്നത് പബ്ലിക്കായിട്ട് CPI മുന്നണിക്കകത്ത് നിന്നുകൊണ്ട് PR വർക്കുകൾ കൂടിപ്പോയി എന്ന് ഒരിക്കലും പറയാൻ കഴിയാത്തൊരു സാഹചര്യം നിലവിലുള്ളത് കൊണ്ടാണ് മാധ്യമ പ്രചാരണകൾ കൂടിപ്പോയെന്ന് വളച്ചുകെട്ടി പറഞ്ഞിരിക്കുന്നത്. അത് ഒരു ഘട്ടത്തിൽ എന്താണ്, ഒരു ചെറിയ പൂവാണെങ്കിലും അതൊരു പൂന്തോട്ടമായി കാണിക്കാനുള്ള പ്രചാരണ വേലകൾ നടത്തുകയും അത് ജനങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്തു എന്നാണ് പറയുന്നത്. കഴിഞ്ഞ ഘട്ടങ്ങളിലെല്ലാം തന്നെ ഇങ്ങോട്ട് വരുമ്പോൾ PM ശ്രീയുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും പല കാര്യങ്ങളിലും മുഖ്യമന്ത്രിക്കെതിരെ വലിയ വിമർശനങ്ങൾ കഴിഞ്ഞ CPI-യുടെയും ജില്ലാ സമ്മേളനങ്ങളും സംസ്ഥാന സമ്മേളനങ്ങളിലും ഒക്കെ ഞാൻ പല ചർച്ചകളിലും ഉന്നയിച്ചിട്ടുള്ള ചോദ്യമാണ് ഈ വിമർശനങ്ങൾക്ക് മറുപടി കൊടുക്കുന്നില്ല എന്നുള്ളത്. കൃത്യമായ മറുപടി അവിടെ വരുന്നില്ല. അവിടെയാണ് ഈ ആശയക്കുഴപ്പം ഉണ്ടാകുന്നത്. CPI-യുടെ ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ അവർക്ക് മറുപടി ഉണ്ട്, ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉണ്ട്, ഇത്തരത്തിൽ PR വർക്ക് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ കൂടിപ്പോയിട്ടുണ്ട് എന്നുള്ള കാര്യം സമ്മതിക്കുന്നു. പക്ഷേ CPM-ന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ അത്തരത്തിൽ വിമർശനങ്ങൾക്ക് മുഖം കൊടുക്കാത്ത ഒരു പ്രവണതയില്ലേ? തീർച്ചയായിട്ടും അതിന്റെ ഭാഗമായിട്ടാണല്ലോ ഇന്നലെ MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ വെള്ളാപ്പള്ളി വിഷയത്തിൽ ഇതുപോലെ പ്രതികരിക്കാത്തൊരു സാഹചര്യം ഉണ്ടായി. അതായത് അവർ നടത്തിക്കൊണ്ടിരുന്ന സ്ട്രാറ്റജികളെല്ലാം തന്നെ ഇനി പൊളിച്ചു പണിയേണ്ട ഒരു സാഹചര്യമാണ് എന്ന് ഈ ഘട്ടത്തിൽ അവർക്ക് മനസ്സിലാകുന്ന തരത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു കാര്യം നോക്കൂ, കഴിഞ്ഞ കുറേ നാളുകളായി ഈ മുഖ്യമന്ത്രിയുടെ ഏകാധിപത്യമാണ്, മുഖ്യമന്ത്രിയുടെ വാക്കിനപ്പുറത്തേക്ക് CPM ചലിക്കുന്നില്ല, അല്ലെങ്കിൽ LDF മുന്നണി ചലിക്കുന്നില്ല എന്നുള്ളൊരു ആരോപണം ഇന്ന് തുടങ്ങിയതാണോ, ഇന്നലെ തുടങ്ങിയാണോ? CPI ഇത്തരത്തിലൊരു തിരുത്തൽ എപ്പോഴാണ് തുടങ്ങിയത്? കഴിഞ്ഞ ജില്ലാ സമ്മേളനങ്ങൾ, സ്റ്റേറ്റ് സമ്മേളനങ്ങൾ നടക്കുന്ന കാലഘട്ടങ്ങളിൽ തന്നെ ഇപ്പൊ മുഖ്യമന്ത്രിക്കെതിരായ പരോക്ഷ വിമർശനം പലരും, അതായത് CPI-യുടെ പ്രവർത്തകരുടെ പൊതുവികാരം എന്ന് പറയുന്നത് LDF വിട്ടുപോകണമെന്ന് തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ അരുവിക്കരയിൽ നിന്നുള്ള പ്രതിനിധി എണീറ്റ് നിന്ന് പറഞ്ഞു എന്നുള്ള കാര്യം മാധ്യമ ശ്രദ്ധകളുടെ വാർത്ത കിട്ടിയപ്പോൾ ഇവിടെ LDF-ൽ എല്ലാം തന്നെ ഞെട്ടലുണ്ടായി. പക്ഷേ ആ ഘട്ടം കഴിഞ്ഞപ്പോഴാണ് CPI-യിൽ നിന്ന് കൊല്ലം ജില്ലയിൽ നിന്നും വലിയ രീതിയിലുള്ള ഒരു കൊഴിഞ്ഞുപോക്ക് ഉണ്ടാകുന്നത്. 1000-ഓളം പേർ കൊഴിഞ്ഞു പോകുന്നത് അത് അത്തരത്തിൽ ബാധിക്കില്ല എന്ന് കരുതിയിരുന്നത്. അതായത് നോക്കൂ, കൊല്ലം കോർപ്പറേഷൻ പോലൊരു കോർപ്പറേഷനിൽ കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനങ്ങൾ എന്താണെന്നറിയാം. ഇടതുപക്ഷം കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു അറിവിൽ BJP-ക്കാണ് കുറച്ചും കൂടെ സംഘടന പരമായി നീക്കങ്ങളുള്ള ഒരു സംവിധാനം എന്ന് പറയുന്നത് BJP-ആണ്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അവിടുത്തെ DCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരെ മുൻനിർത്തിക്കൊണ്ട് പ്രചാരണം നടത്തിയതാണ് പാളിച്ചെങ്കിൽ ഇപ്പോൾ ന്യൂട്രൽ ഫേസിൽ അടിത്തട്ടിൽ പണിയെടുത്തവർ എല്ലാവരും കൂടെ കൂടിച്ചേർന്നിട്ടാണ് കോർപ്പറേഷൻ പിടിച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതായത് ഈ CPI-യുടെ 4 മന്ത്രിമാർക്കും ഈ ഘട്ടത്തിൽ, അതായത് മുഖ്യമന്ത്രി കാണുമ്പോൾ പേടിയാണ്. പല വകുപ്പുകളും CPI-യുടെ വകുപ്പുകളെ കാണുമ്പോൾ ഗൗനിക്കുന്നില്ല. PM ശ്രീയുമായി ബന്ധപ്പെട്ട് ഇങ്ങോട്ട് വരുമ്പോൾ വിഷയങ്ങൾ ഒരു ഘട്ടത്തിൽ ബിനോയ് വിശ്വത്തിന്റെ നിലപാടുകൾ സ്വാഗതാർഹമാണ്. അപ്പോൾ CPI-യുടെ പ്രവർത്തകർക്കിടയിൽ ഉണ്ടാക്കിയ സ്വാധീനം എഴുതുന്നില്ല. പക്ഷേ അവർ ഒരു അമിക്കബിൾ സൊല്യൂഷനിലേക്ക് പോവുകയും സെറ്റിൽമെന്റ് നടക്കുകയും തദ്ദേശം നടക്കുകയും ചെയ്യും. ഇനിയിപ്പോൾ വരാൻ പോകുന്ന ഘട്ടത്തിൽ CPM-ന്റെ ഓരോ കാര്യങ്ങളായിട്ട് ആ ഘട്ടം ആര് യൂസ് ചെയ്തു? ആ ഘട്ടത്തിൽ CPI മുന്നണിയിലേക്ക് പ്രവേശനം നടത്തുന്നതിന് വേണ്ടി അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ള UDF-ന്റെ കൺവീനർമാർ സ്വാഗതം ചെയ്തതാണ്. പക്ഷെ ഒരിക്കലും വിട്ടുപോകില്ല എന്നൊരു ധ്വനി ഇത് നൽകിക്കൊണ്ടിരുന്നു. ഇപ്പോഴത്തെ അപ്പോൾ ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ CPM CPI-യെയും അതുപോലെ തന്നെ കേരളത്തിലെ ജനങ്ങളെയും ഒരുപോലെ പ്രീതിപ്പെടുത്തേണ്ട, അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ നയങ്ങൾ വ്യക്തമാക്കേണ്ട ഒരു സാഹചര്യത്തിലേക്കല്ലേ? അല്ല, തീർച്ചയായിട്ടും ഇതിനെല്ലാം തന്നെ മറുപടി കൊടുക്കേണ്ടി വരും. ഇപ്പോൾ എനിക്ക് എൻ്റെ ഒരു വിലയിരുത്തൽ പ്രകാരം ഇത് മൊത്തത്തിൽ അഴിച്ചു പണിഞ്ഞുകൊണ്ട് സംസ്ഥാന കമ്മിറ്റിയിൽ അംഗങ്ങൾ അല്ലെങ്കിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഇവരെല്ലാവരും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഇവരെല്ലാവരും തന്നെ താഴെത്തട്ടിൽ ഇറങ്ങി ജനങ്ങളുടെ പൾസ് പഠിക്കും. ഇവരുടെ സംഘടനാ സംവിധാനമായ ബ്രാഞ്ച് കമ്മിറ്റികൾ കൂടും, വീടാന്തരം കയറി എന്താണ് കൃത്യമായി അവർ പഠിക്കും. പക്ഷേ ഇതിൽ എത്രത്തോളം ജനങ്ങൾ മാറി ചിന്തിക്കുമെന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്കറിയാൻ കഴിയും. അതിൻ്റെ ഒരു വലിയ പ്രതിഫലനം നമ്മൾ കടന്നുപോലുള്ള താഴെ തട്ടിലെ ജനങ്ങൾക്ക് ഉണ്ടായിരിക്കുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള അവമതിപ്പ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPI-യുടെ വോട്ടുകൾ ചോർന്നിട്ടുണ്ടോ? അല്ല, തീർച്ചയായിട്ടും പറയാം. പല ഘട്ടങ്ങളിലും പലയിടത്തും തോൽക്കുന്ന സാഹചര്യം ഉണ്ടായി. അത് എന്തുകൊണ്ടാണ്? ഈ LDF ഇടതുപക്ഷം എന്നൊരു സംവിധാനത്തിലോട്ട് വരുമ്പോഴാണ് പലയിടത്തും അതായത് ഞാൻ ആദ്യഘട്ടത്തിൽ പറഞ്ഞതുപോലെ തന്നെ
ഈ CPI കൂടെ മുന്നണി വിട്ട് ആ സാഹചര്യത്തിൽ പോയിരുന്നെങ്കിൽ LDF ഉണ്ടാകാൻ പോകുന്ന ആഘാതം വലിയ ഇതൊന്നുമല്ല. നോക്കൂ, CPI വലിയ ശക്തിയല്ല എന്ന് ഇവർ പറയുമ്പോഴും പലയിടത്തും ഒരു പഞ്ചായത്തിൽ ഒരു വാർഡിൽ 2-3 വോട്ടുകൾക്കൊക്കെ ജയിക്കുന്ന 10 വോട്ടുകൾ അല്ലെങ്കിൽ 30 വോട്ടുകൾ എന്ന് പറയുന്നതൊക്കെ വലിയ വോട്ട് മാർജിനാണ് ഒരു വാർഡ് തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച്. അവിടെ CPI പോലൊരു മുന്നണി സംവിധാനത്തിൽ മേഘ ഒരു CPM സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നു. ഞാനൊരു CPI കാരനാണ്. വാർഡിൽ CPI കാരുടെ പ്രതിഫലനം ഇത്തരത്തിൽ ഒരു അടിയൊഴുക്ക് സംഭവിക്കുകയാണെങ്കിൽ മേഘയെ തീർച്ചയായിട്ടും അവിടെ തോൽപ്പിക്കാൻ കഴിയും. അത്തരത്തിലൊരു വിട്ടുപോകൽ ആ ഘട്ടത്തിൽ നടന്നിരുന്നെങ്കിൽ ഇതിന് വലിയ രീതിയിലുള്ള ഒരു എന്താണ് കാറ്റ് വീശുകയും CPM അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ വോട്ട് മാർജിൻ ഇപ്പോൾ ഈ പലയിടത്തും ഇപ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു അടിത്തറ പാകിയിട്ടുണ്ടായിരുന്നല്ലോ. അതിന് ഉത്തമ ഉദാഹരണമാണ് ഞാൻ ഇന്നലെയും മെനങ്ങാന്നും എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജില്ലാ പഞ്ചായത്തിലെ വോട്ടുകൾ എല്ലാം തന്നെ ക്രോഡീകരിക്കുന്നത് ഈ രാഷ്ട്രീയമായിട്ടുള്ള ഫോർമുല നിലനിൽക്കുന്നതുകൊണ്ട് മാത്രമാണ്.